ഷാരോൺ രാജ് വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിധി. ഇന്ന് അദ്ദേഹം 586 പേജുള്ള വിധിന്യായം വായിച്ചു. അതിൻ്റെ അവസാനം തട്ടിക്കൊണ്ടുപോയതുൾപ്പെടെ 10 വർഷം ശിക്ഷ അഡീഷണലായിട്ട് അനുഭവിക്കണം. അതുപോലെ തന്നെ 307 അതിനു മുമ്പും വിഷം കൊടുത്ത് കൊല്ലാൻ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിന് ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും വലിയ ശിക്ഷയായ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ ഗ്രീഷ്മയ്ക്ക് അവാർഡ് ചെയ്തു. കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസാണിത്. 21-22 വയസ്സുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റായ ഒരു പെൺകുട്ടി തൻ്റെ കാമുകനെ തന്നെ 1.5-2 വർഷത്തോളം സ്നേഹിച്ച് തൻ്റെ പുറകെ നടന്ന, തന്നെ വാവേ വാവേ എന്ന് മാത്രം വിളിക്കുന്ന ഷാരോൺ രാജ് വീട്ടുകാരെ എതിർപ്പുണ്ടായിട്ടും ഈ പെൺകുട്ടിയെ സ്നേഹിച്ച് അവളെ കൂടെ ചേർത്ത് നടന്നു. ഒന്നിച്ച് കോളേജിൽ പോകുമ്പോഴും അയാളുടെ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് സഞ്ചരിച്ച ആ പെൺകുട്ടിയാണ് അയാളെ കൗശലപൂർവ്വം അയാളെ സ്നേഹിച്ച് നിർത്തി അവർക്ക് വിഷം കലർന്ന കഷായം കൊടുത്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. 21-22 വയസ്സുള്ളപ്പോഴാണ് ഈ പെൺകുട്ടി ഇത് ചെയ്തത്. 2022 ഒക്ടോബർ 14 വീട്ടിൽ പിണങ്ങി നിന്ന് അയാളെ വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് സന്തോഷത്തോടെ കഷായം ജ്യൂസ് കൊടുത്തതിനകത്ത് കീടനാശിനി ചേർത്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ ഈ ജ്യൂസ് കൊടുത്തു. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് 2025 ഒക്ടോബറിൽ മരണപ്പെട്ടു. ചുണ്ട് മുതൽ അന്നനാളം വരെ, സ്റ്റൊമക്ക് വരെ ആ കീടനാശിനി കൊണ്ട് വെന്ത് വെണ്ണീറായ ആ പയ്യന് വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ഏകദേശം 11 ദിവസം മരണപ്രാളം കാണിച്ച് വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ മരണപ്പെട്ടു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് മജിസ്ട്രേറ്റ് വന്ന് മരണമൊഴി രേഖപ്പെടുത്തിയെങ്കിലും അതിനകത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന വാവയുടെ കാര്യം മാത്രം പറഞ്ഞെങ്കിലും, പക്ഷേ ആ വാവയാണ് താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് തന്നെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരം മരണമൊഴി പറഞ്ഞില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ വളരെ സ്ട്രോങ് ആണ് ഈ കേസിനകത്ത്. അതിസമർത്ഥമായ ഫോറൻസിക് എവിഡൻസ് ഇതിനകത്തുണ്ട്. അത് DYSP ജോൺസണാണ് അതിൻ്റെ അന്വേഷണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ മികവ് ഇതിനകത്ത് കാണാം. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഇപ്പോൾ കോടതിക്ക് ഒരു കൺക്ലൂസീവ് പ്രൂഫായിട്ട് മനസ്സിലായത്. കാരണം ഇതൊരു കൗശലപൂർവ്വം സ്നേഹിച്ച് ഒന്നിച്ച് നടത്തിയ ഒരു കൊലപാതകമാണ്. തനിക്കൊരു പുതിയൊരു കാമുകനുണ്ട്. ആ കാമുകനോട് സംസാരിക്കുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തനിക്കൊരു പുതിയ കല്യാണ ആലോചന വന്നു. ഒരു പട്ടാളക്കാരൻ്റെ സുഖസൗകര്യത്തോടെ ജീവിക്കാൻ സാധിക്കും. ഷാരോൺ ആവാൻ നടക്കില്ല. ആദ്യത്തെ ഭർത്താവ് അവളുടെ അമ്മാവനും നടത്തിയ പ്രശ്നം വെച്ച് നോക്കിയതിൽ ആദ്യത്തെ ഭർത്താവ് നിലനിൽക്കത്തില്ല, വാഴില്ല, മരണപ്പെട്ടു പോകും. ആദ്യത്തെ ഭർത്താവ് തന്നെയാണ് ഷാരോൺ. അതുകൊണ്ട് രണ്ടാമത്തെ ഭർത്താവ് ആയി വരുന്ന ആളുമായിട്ട് ലോഹ്യത്തിലായി അയാളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കും ആ ഷാരോനെ കൊലപ്പെടുത്താനും വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിച്ച് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് നടത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. എന്തായാലും കോടതി ഇപ്പം വധശിക്ഷയ്ക്ക് വിധിച്ചു. അതുപോലെ 10 വർഷത്തെ തടവും വിധിച്ചിട്ടുണ്ട്. 586 പേജിനകത്ത് അതിനകത്ത് മുൻ കുറ്റവാളി അല്ല എങ്കിലും വധശിക്ഷ തന്നെ വിധിക്കുന്നു. കൺഫെഷണൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഷാരോൺ തന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ജ്യൂസ് തന്നുള്ള കാര്യം അതും ആ പെൺകുട്ടിയുടെ പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കോടതി അതൊന്നും പരിഗണിച്ചില്ല. കാരണം ഫസ്റ്റ് ഒഫൻഡർ ആണ് എങ്കിലും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയാണെങ്കിലും അത് എത്ര കൗശലപൂർവ്വമാണ് ആ പെൺകുട്ടി തൻ്റെ കാമുകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന വിധിന്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്.
അഡീഷണൽ സെഷൻസ് കോടതി ഇവിടെ അദ്ദേഹം വന്ന ശേഷം വിധിക്കുന്ന രണ്ടാമത്തെ വധശിക്ഷയാണ്. കേരളത്തിലെ ഈ ജയിലുകളിൽ 39ഓളം പേര് വധശിക്ഷയും കാത്ത് കിടപ്പുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജാണ്. ഈ രീതിയിലുള്ള ചതിയും കൗശലതയും ഒക്കെ കാണിച്ച് ഒരാളെ കൊലപ്പെടുത്തിയാൽ അതിന് ശിക്ഷ തീർച്ചയായിട്ടും വധശിക്ഷ തന്നെ. കാരണം സ്നേഹിച്ച പുരുഷനെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ടിരുന്ന് തന്നെയാണ് ആ കൊലപാതകം നടത്തിയത്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പ്രതിഭാഗം ഗ്രീഷ്മയുടെ വക്കീൽ വാദിച്ചു. ഫസ്റ്റ് ഒഫൻഡറാണ്, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, 21-22 വയസ്സേ ഉള്ളെങ്കിലും ഇനിയും ജീവിക്കണമെന്നുണ്ട്. പക്ഷേ കോടതിയിൽ വിധി കേട്ട് ഗ്രീഷ്മ കരഞ്ഞു. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. കാരണം പശ്ചാത്താപം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം തന്നെയാണ്. കാരണം അതുതന്നെയാണ് കോടതി റയറസ്റ്റ് ഓഫ് റയർ കേസിനകത്ത് ഉൾപ്പെടുത്തി ഇത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ തന്നെ കാരണം. ഈ വിധി തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സംരംഭത്തിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് തീർച്ചയായിട്ടും ഒരു വാണിംഗ് തന്നെയാണ്. കൂടത്തായി കേസ് നമുക്കറിയാം, അതിൻ്റെ വിധികൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്. അതും ക്യാപിറ്റൽ ഇതേ രീതിയിൽ തന്നെ ചെയ്ത പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനാണ് കോടതി ഇപ്പോൾ ഈ ഗ്രീഷ്മയുടെ കേസിനകത്ത് അവർ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് തുനിയാൻ പലരും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ച ധാരാളം കേസുകൾ കേരളത്തിലുണ്ട്. പക്ഷേ പോലീസിൻ്റെ മികവ് ഇതിനകത്ത് കാണിച്ചു. പോലീസിനെ ആ ജഡ്ജ്മെൻറ്റിനകത്ത് അഭിനന്ദിച്ചിരിക്കുകയാണ്. കാരണം ശാസ്ത്രീയമായ തെളിവുകൾ അത്ര ശക്തമാണ് ഈ കേസിനകത്ത്. കാരണം ഒരു മരണമൊഴി ഉണ്ടെങ്കിലും അതിനകത്ത് ഗ്രീഷ്മയെ കുറ്റപ്പെടുത്താതെയുള്ള ഒരു മരണമൊഴി തന്നെയാണ്. മരിക്കുമ്പോഴും ആ മരണമൊഴി രേഖപ്പെടുത്തുമ്പോൾ താൻ സ്നേഹിച്ച പെൺകുട്ടിയെ വാവേ വാവേ എന്ന് വിളിക്കുന്ന ഒരു ഷാരോണെയാണ് കാണുന്നത്. ഇതൊക്കെ സങ്കടം ഉണർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോടതി അത് കൃത്യമായി അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ മനസ്സിലേക്ക് ഓരോ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കയറി വരുന്ന ചില ഇതുപോലെയുള്ള കൊലപാതക ശ്രമങ്ങളും അങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നവർക്ക് ഇതൊരു പാഠമാണ്. കാരണം കൊലപാതകം ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏറ്റവും മാക്സിമം ശിക്ഷയായ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തൂക്കിക്കൊല തന്നെ വിധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊള്ളു.